ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മോര് കറിയുടെ റെസിപ്പിയായിട്ടാണ്. ബട്ടർ മിൽക്ക് കറി നമുക്ക് ചെയ്യാം. അതിനായി ഞാൻ ഇതുപോലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 5 അല്ലി വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കീറിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 8 അല്ലിയോളം വേണം കേട്ടോ. വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 10 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്, 10 അല്ലി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് നടുക് കീറിയെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തൊക്കെയാണ് ചേർത്തത്? കടുക് താളിച്ചു, ചെറിയ ജീരകം ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, വറ്റൽ മുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ വഴറ്റി കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് കളറ് മാറിയാൽ മതി ഉള്ളി കേട്ടോ. ആ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മോര് കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണവും മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തിളക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബട്ടർ മിൽക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഈ മൺചട്ടി തന്നെ കിടക്കട്ടെ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്.
ഈ നല്ല ടേസ്റ്റുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മോര് കറി ഈ ചൂടിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. വയറിനൊക്കെ നല്ലതാണ്, നല്ല തണുപ്പൊക്കെ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.